എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പണിയെല്ലാം ഒതുക്കിയ ശേഷം ശാലിനി വിനോദിന്റെ അടുത്ത് വന്നിരുന്നു. ഏട്ടാ, നമുക്കൊന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോയാലോ? സിനിമയ്ക്കോ? എന്തിന്? അതിപ്പോ മോഹൻലാലിന്റെ പുതിയ പടം വന്നിട്ടുണ്ടെന്ന് അപ്പുറത്ത് അശ്വതി പറഞ്ഞു. ഓ, അതിന് നിന്നെ കൊണ്ട് സിനിമയ്ക്ക് എഴുന്നള്ളിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. നിനക്കൊന്ന് പോയി തരാമോ ശല്യം ചെയ്യാതെ? എനിക്കൊന്ന് സുഖമായി ജീവിക്കാനാ. ഏട്ടൻ എന്തായി പറയുന്നത്? ഞാൻ എവിടെ പോകാനാ? മുന്നിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോ. ഉള്ളത് മുഴുവൻ വെട്ടിവിഴുങ്ങി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, വീപ്പ കുറ്റിമാതിരി. ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെ പോയാലും ഊണുമേശ കയറി അങ്ങ് ഇരിക്കും. പരിസര ബോധമില്ലാതെ തിന്നു മുടിക്കാൻ. പോരാത്തതിനൊന്ന് പെറ്റപ്പോൾ കണ്ടില്ലേ, വയറു മൊത്തം ചാടി പുറത്ത്. കാണാൻ തന്നെ കൊള്ളില്ല. തടിച്ചു തൂങ്ങി വരവീണ് സാരി ഉടുത്താൽ എല്ലാം എടുത്തറിയാം. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? പ്രണയിച്ച് കല്യാണം കഴിച്ചപ്പോൾ അത്യാവശ്യം തടി ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും പറയാത്ത ആൾക്ക് ഇപ്പോൾ എവിടുന്നാ ഇത് വന്നത്? ഓടി എന്റെ കണ്ണുമുമ്പിൽ നിന്ന് അസത്തെ തർക്കുത്തരം പറയുന്നു. ഏട്ടാ പതുക്കെ, അപ്പുറത്ത് മോള് കേൾക്കും. കേട്ടാൽ എന്താ? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്. സങ്കടം സഹിക്ക വയ്യാതെ അവൾ പൊട്ടിക്കരഞ്ഞു. നിന്റെ പൂങ്കണ്ണീരൊന്നും എന്റെ അടുത്ത് വേണ്ട. ഏട്ടന് കയ്യിൽ പണവും ഫോണും ഒക്കെ ആയപ്പോൾ സ്നേഹബന്ധങ്ങൾ മറന്നു. എന്റെ വീട്ടുകാരെ കാണാൻ എന്നെ വീട്ടിൽ പോലും ഒന്ന് പറഞ്ഞയക്കില്ല. ഒന്ന് പുറത്തു കൊണ്ടുപോവില്ല. ഒരു നല്ല ഡ്രസ്സ് വാങ്ങി തരില്ല. 3 നേരം തിന്നാൻ തരുന്നില്ലേ? അതുപോരെ? നിന്റെ അച്ഛൻ സമ്പാദിച്ച കാശൊന്നും അല്ലല്ലോ. ഇറങ്ങിപ്പോരുമ്പോ എന്തെങ്കിലും എടുത്തുകൊണ്ടാണോ വന്നത്? ഏട്ടാ, മിണ്ടാതെ ഇരുന്നോ. നിനക്കെന്താ വീട്ടിൽ പണി? രാവിലെ എന്തെങ്കിലും വെച്ചുണ്ടാക്കുക, ബാക്കി സമയം വാട്സാപ്പിലും ഫേസ്ബുക്കിലും കളിച്ചിരിക്കല്. എന്നെങ്കിലും ഒരിക്കൽ കാണാം നിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഓടുന്നത്. അന്ന് നിന്നെ ഞാൻ കൊല്ലും, പറഞ്ഞേക്കാം. വിനോദ് കലി തുള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശാലിനി കിടക്കയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. എല്ലാം കണ്ട് തത്തമോൾ അടുത്തു വന്ന് ചോദിച്ചു, എന്തു പറ്റിയമ്മേ? എന്തിനാ അച്ഛൻ ഇങ്ങനെ അമ്മയെ വഴക്കു പറഞ്ഞത്? നിന്റെ അച്ഛന് ഇപ്പോൾ അമ്മയെ വേണ്ട മോളെ. അച്ഛന് സൂഹിക്കണം പോലും. മോള് പഠിച്ചോ? അതൊന്നും കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ മതി. തത്തമോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾക്ക് വല്ലാതെ വിഷമം വന്നു. എപ്പോ നോക്കിയാലും അമ്മേനെ വഴക്കു പറയുകയാണ് അച്ഛന് പണി. അവൾക്ക് അച്ഛനോട് ദേഷ്യം വന്നു. അമ്മ കരയണ്ട കേട്ടോ. അമ്മയ്ക്ക് തത്തമോളില്ലേ? മോള് പോയി പഠിച്ചു, എക്സാം അല്ലേ വരുന്നത്. ശാലിനി ആലോചിച്ചു. ഈ വിനോദേട്ടൻ ഇപ്പോൾ എന്റെ അടുത്ത് കിടക്കാറില്ല. ഒടുക്കത്ത് തടിയാണെന്ന് പറഞ്ഞ് ഫോണും എടുത്ത് പുറത്ത് ടിവിയുടെ മുമ്പിൽ ഹാളിൽ പോയി കിടക്കും. എന്തായിരിക്കാം ഈ അകൽച്ചയ്ക്ക് കാരണം? ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ വേറെ കാര്യമുള്ളൂ. തന്റെ തടി കാരണം ഒന്നുകൊണ്ട് മാത്രം ഇങ്ങനെ ഭാര്യയോട് സ്നേഹം വേണ്ടെന്ന് വെക്കുമോ? ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വിനോദേട്ടന്റെ മനസ്സിൽ കയറി കൂടിയോ? ഇപ്പോൾ ഫേസ്ബുക്കുള്ള കാലമാണല്ലോ. വല്ല പെണ്ണുങ്ങളുമായി ചുറ്റിക്കളി ഉണ്ടാവുമോ? അതോ ബാങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആരെയും വീഴ്ത്തിയോ? എന്നാലൊന്ന് അത് കണ്ടുപിടിച്ചിട്ടേ കാര്യമുള്ളൂ. അവൾ ഫേസ്ബുക്ക് തുറന്നു വിനോദിന്റെ ID ചെക്ക് ചെയ്ത് നോക്കി. അതിൽ മുഴുവൻ നല്ല അടിപൊളി സുന്ദരി പെണ്ണുങ്ങൾ. അവര് മാത്രമേ ഉള്ളൂ ഫ്രണ്ടായി. അപ്പോ അതാവും കാരണം. അവൾ ഒരു സുന്ദരി പെണ്ണിന്റെ ഫോട്ടോ ഇട്ടു, ഫേക്ക് ID എടുത്ത് അമ്പിളി എന്ന് പേരും വെച്ചു. വിനോദിന് റിക്വസ്റ്റ് അയച്ചു. ഉടനെ തന്നെ റിക്വസ്റ്റ് എടുത്തതായി നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ കിട്ടി കുറച്ചു കഴിഞ്ഞ് ഇൻബോക്സിൽ ഒരു ഹായ്. എടുക്കണോ അതോ വേണ്ടയോ? അവളൊന്ന് ആലോചിച്ചു. അവൾ ഹായ് തിരിച്ചു കൊടുത്തു. ഹായ്, ഞാൻ വിനോദ്. അമ്പിളി നല്ല പേരാണ് കേട്ടോ. താങ്ക്സ്. എവിടെയാ നാട്? തിരുവനന്തപുരം. എന്താ ചെയ്യുന്നത് അമ്പിളി? പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറാണ്. ആഹാ, ഞാനിവിടെ ബാങ്കിലാണ്. മിസ്സാണോ മിസ്സിസ് ആണോ? മിസ്. ആ, അത് നന്നായി. ഞാൻ ബാച്ചിലറാണ് കേട്ടോ. എന്റെ ഈശ്വര, ഈ മനുഷ്യനപ്പോ ഇതാണ് പണി. സുന്ദരി പെണ്ണുങ്ങളുമായിട്ട് ചാറ്റിങ്. വെറുതെ അല്ല തന്നോട് ഈ അകലം. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താനും മോളും ഒരു വഴിയാകും. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇല്ലാത്ത കാര്യം പറഞ്ഞ് കുറച്ച് കാശടിച്ചു മാറ്റണം. ഇങ്ങേരുടെ പൈസ എങ്ങനെയാ പോകുന്നതെന്ന് നോക്കാമല്ലോ. അവൾ സമയം കണ്ടെത്തി അവനുമായി ചാറ്റ് തുടർന്നു. പരസ്പരം സംസാരിക്കാൻ ശ്രമിച്ചപ്പോ വോയിസ് ഇടാനും വീഡിയോ കോൾ വിളിക്കാനും നിർബന്ധം പിടിച്ചു. അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി. ദിവസവും ഉള്ള ചാറ്റിങ്ങിൽ കൂടെ വിനോദ് അവളോട് വല്ലാതെ അടുത്തു. അവൻ അവളെ കാണാൻ ധൃതിയായി. ഒരു ദിവസം വിനോദ് അവളെ വിളിച്ചു. അമ്പിളി, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഒരു രാത്രി നിന്നെ ഒന്ന് വേണം. എന്തു വേണമെങ്കിലും തരാം. പൈസയെക്കുറിച്ച് നീ പരിഭ്രമിക്കുകയേ വേണ്ട. പറയുന്ന പൈസ ഞാൻ തരാം. ഇത് തന്നെ അവസരം. ശാലിനിക്ക് തോന്നി.
ആദ്യമൊക്കെ അവൾ ഒഴിഞ്ഞു മാറി. അവൻ വിടാനുള്ള ഭാവമില്ല. അവസാനം അടുത്ത ശനിയാഴ്ച രാത്രി പറയുന്ന ഹോട്ടലിൽ അവൾ ചെല്ലാമെന്നേറ്റു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അന്ന് ശനിയാഴ്ച ആയതിനാൽ പിറ്റേന്ന് ഞായർ ഒഴിവാണ്. അമ്പിളിയെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടാതെ പറ്റിയാൽ കോളം ബീച്ചിൽ അവളെയും കൊണ്ടൊന്ന് ചുറ്റി അടിക്കണം വിനോദ് മനസ്സിൽ പ്ലാൻ ചെയ്തു. അവൻ ആകെ ഉത്സാഹ തിമിർപ്പിലായിരുന്നു. ഇതെല്ലാം കണ്ട് ശാലിനി ഉള്ളിൽ ചിരിച്ചു. ശനിയാഴ്ച രാവിലെ വിനോദ് കുളിച്ചു സുന്ദരക്കുട്ടപ്പനൊക്കെയായി തിരുവനന്തപുരത്തേക്ക് പോകാൻ റെഡിയായി. എടീ, ഞാനിന്ന് വരില്ല കേട്ടോ. തിരുവനന്തപുരം വരെ ഒന്ന് പോണം. നാളെ ബാങ്കിന്റെ മീറ്റിംഗാ. രാത്രി നീ വാതിലടച്ചു കിടന്നു. പിന്നെ നിന്നെ രാത്രി വാട്സപ്പിൽ ലാസ്റ്റ് സീനിലൊന്നും ഞാൻ കാണരുത് കേട്ടോ. പറഞ്ഞേക്കാം. ഏട്ടാ, ഞാൻ കൂടെ വരട്ടെ തിരുവനന്തപുരത്തേക്ക്. എത്ര കാലമായി ഒന്ന് പുറത്തു പോയിട്ട്. വേണ്ട, നിന്നെയും കെട്ടി എഴുന്നള്ളാൻ എനിക്ക് വയ്യ. നിന്റെ ഈ ശരീരം കണ്ടാൽ തന്നെ ആളുകൾ ചിരിക്കും. അവൾക്കത് കേട്ട് വല്ലാത്ത സങ്കടം തോന്നി. എന്നിട്ട് അവൾ ഉള്ളിൽ പറഞ്ഞു, മോനെ വിനോദേ, ഇന്ന് രാത്രി കാണാമടാ മക്കളെ ബാക്കി കളി. വിനോദ് പോയി കഴിഞ്ഞു. അതിനു പിന്നാലെ മോളെ അടുത്ത വീട്ടിലാക്കി ശാലിനി ഇറങ്ങി. അവളുടെ മനസ്സിൽ താൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോയതിൽ അവൾക്ക് സന്തോഷമായി. നേരത്തെ തീരുമാനിച്ച പോലെ ഹോട്ടൽ റൂമിൽ വരാൻ പോകുന്ന നിമിഷങ്ങളെ ഓർത്ത് ഉൾപ്പുളകത്തോടെ സന്തോഷവാനായി മൂളിപ്പാട്ടും പാടി വിനോദ് അമ്പിളിയെ കാത്തിരുന്നു. അല്പം കഴിഞ്ഞ് വാതിൽ മുട്ടുകേട്ടു. അവൾ എത്തിയിരിക്കുന്നു. അവൻ വേഗം പോയി വാതിൽ തുറന്നു. മുന്നിൽ ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ട് അവനൊന്ന് ഞെട്ടി. ഈശ്വര, ശാലിനി, നീ എന്താ ഇവിടെ? എന്താ ഏട്ടാ മിഴിച്ചു നോക്കുന്നേ? ഞാൻ തന്നെയാ, ശാലിനി. അത് കേട്ട് ഒന്നുകൂടി അവൻ ഞെട്ടി. അപ്പോൾ അതെ, ഞാൻ തന്നെ, ഏട്ടന്റെ ശാലിനി. ഒഴിവാക്കൽ കണ്ട് മനംമടുത്ത് ചെയ്തത് ഏട്ടൻ ഇതായിരുന്നു പണിയല്ലേ? ഇതിനാണോ എന്നെ തടിച്ചിയെന്ന് വിളിച്ച് ഒഴിവാക്കിയത്? എന്റെ ഫോട്ടോ വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്നതിനേക്കാൾ ഏട്ടൻ ചെയ്തത് തെറ്റല്ലേ? അവനാകെ വിളറി വെളുത്തു, വിയർത്തു. എന്തു ചെയ്യണം അറിയാതെ തലകുനിച്ച് നിന്നു. ശാലിനി, എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും നിന്നെ ഞാൻ മോശമായി പറയില്ല. അവൻ അവളുടെ കാലിൽ വീണു മാപ്പ് പറഞ്ഞു. ഏട്ടാ, എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. എന്റെ വിനോദേട്ടനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രതീക്ഷിക്കാതെ അവളിൽ നിന്ന് സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ അവന്റെ നിയന്ത്രണം വിട്ടു. വിനോദ് അവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ശാലിനി, മാപ്പ്. എനിക്ക് പറ്റിപ്പോയതാ. എന്നോട് നീ ക്ഷമിക്കില്ലേ? ഇനി ഒരിക്കലും നിന്നോട് ഞാൻ തെറ്റ് ചെയ്യില്ല. അന്നത്തോടെ അവന്റെ ഫേസ്ബുക്ക് ഒഴിവാക്കി. പിന്നെ ഒരിക്കലും അവൻ വേറെ പെണ്ണിന്റെ പുറകെ പോയിട്ടില്ല. അവരുടെ ദാമ്പത്യ ജീവിതം അന്നു മുതൽ വളരെ സന്തോഷം നിറഞ്ഞ് ശാന്തമായി ഒഴുകി. കുറവുകൾ അറിഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്ത് പെരുമാറാൻ സാധിക്കുമ്പോഴാണ് ദാമ്പത്യ ജീവിതം അത്രയും സുന്ദരമാകുന്നത്.